അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്തായാലും ഇപ്പം കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യണം, അതുപോലെ ഓരോ കെമിക്കൽ ഒരു ഫോർമുല നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി ഫൈനലായിട്ടുള്ള ഈ ഒരു പോർഷനിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷനെ എങ്ങനെ അതിൻ്റെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അല്ല, ഒരു റിയാക്ഷൻ വേഗത്തിൽ നടക്കണമോ അതോ മെല്ലെ നടന്നാൽ മതിയോ, ഇനി റിയാക്ഷൻ നടക്കേണ്ട ആവശ്യമേ ഇല്ല, അങ്ങനെ പല പല മാറ്റങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുത്താലാണ് അല്ലെ എന്തൊക്കെ ചെയ്താലാണ് അതിന്റെ സ്പീഡ് നമുക്ക് വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിന്റെ ടോപ്പിക്. അപ്പൊ നിങ്ങൾ പേര്, അതായത് ഈ ചാപ്റ്ററിന്റെ പേര് കണ്ടപ്പോൾ നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. സോ റേറ്റ് എന്ന് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയിൽ എന്താണ്, ഒരു റിയാക്ഷന്റെ റേറ്റ് എത്രത്തോളം കൂടി അല്ലെ കുറഞ്ഞു എന്ന് പറയുന്നതിന് അർത്ഥം റിയാക്ഷന്റെ സ്പീഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു, അതാണ് നമ്മൾ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പല പല കണ്ടീഷൻസ് കെമിക്കൽ റിയാക്ഷൻസിന്റെ പഠിക്കും. പക്ഷെ അതിന് മുന്നേ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സ്വന്തം ലൈഫിൽ, നമ്മുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ചുറ്റുപാടും നോക്കുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അപ്പോൾ അത് എളുപ്പത്തിലാക്കാൻ വേണ്ടി നമ്മൾ പല പല മെത്തേഡ്സ് ചെയ്യും. അതുപോലെ തന്നെ റിയാക്ഷൻ ഒന്ന് എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പീഡ് കൂട്ടുക എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒരു നിത്യജീവിതത്തിലെ പല എക്സാമ്പിൾസ് ഞാൻ എടുക്കാം. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകണം. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ ഗോവയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഹൈദരാബാദിലേക്ക്, ഇങ്ങനെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ പോകാം? ഒന്നുകിൽ നമുക്ക് ബസ്സിൽ പോകാം. ബസ്സിൽ പോയാൽ എന്താണ്, കുറച്ച് സമയം എടുക്കും, പക്ഷെ അവിടെ എത്തും. അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് വണ്ടി, അത് ബൈക്ക് ആകാം, കാർ ആവാം, അല്ലെങ്കിൽ SUV ആവാം, അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും വണ്ടികളൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ പോയാലും സമയം എടുക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോവാം? ട്രെയിനിന് പോവാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ബസ്സിന് പോകും. നമ്മുടെ ഈ പല മെത്തേഡ്സിലൊക്കെ പോയാലും എന്താണ്, അവിടെ ഓരോ ഇപ്പം നമ്മളെന്താണ് ബസ്സിൽ പോകുന്ന ആ റേറ്റ് സ്പീഡ് ആയിരിക്കില്ല നമ്മൾ പ്രൈവറ്റ് ഒരു വെഹിക്കിളിൽ പോകുന്നത്, അല്ലേ? ഇനി ഈ സ്പീഡ് ആയിരിക്കില്ല എവിടെ നമ്മൾ പോകുന്നത്, ട്രെയിനിൽ പോകുന്നതിന്റെ വേഗത. ട്രെയിനിൽ പോകുന്ന ആ വേഗത ആയിരിക്കില്ല നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ, പെട്ടെന്ന് എത്തുമല്ലേ? അപ്പൊ നമുക്ക് എന്താണ്, നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമുക്ക് ആ പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ബെറ്റർ ആയിട്ടുള്ള കൺവീനിയന്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ഓഫ് പോസിബിൾ ആണ് നമ്മൾ എടുക്കുക. സമയം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു മെത്തേഡ്സ് നോക്കും, അല്ലേ? ഇനി വേറൊരു കാര്യം എടുക്കാം. ഇപ്പം തുണി അലക്കുന്നത്. തുണി അലക്കുന്ന വെച്ചാൽ ഇപ്പൊ നമുക്ക് കറണ്ടൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തുണി ഷർട്ടും കാര്യങ്ങളൊക്കെ വേറെ വേറെ എടുത്ത് ഓരോന്ന് സോപ്പിട്ട് അലക്കി തേച്ചിട്ടാണ് നമ്മളത് വാഷ് ചെയ്യുന്നത്. ഇനി വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലോ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി കുറച്ച് ഫാസ്റ്റായി, അല്ലേ? അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാനോ എന്ത് കാര്യം ചെയ്യാനോ അതിനൊരു ബെറ്റർ വേ, അതായത് ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വഴികളാണ് നമ്മൾ എപ്പോഴും അന്വേഷിക്കുക, അല്ലേ? പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വഴി, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോട്ട്സ് ബുക്ക് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ മനോരമ ഹൊറൈസോണിന്റെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ട് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മളെ പഠിക്കാനുള്ള നമ്മളുടെ ആ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല മെത്തേഡ്സ് നോക്കുന്നു, അല്ലേ? സോ അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസിനും ഉണ്ട്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതായത് മമ്മൂട്ടിയും പൃഥ്വിരാജൊക്കെ അഭിനയിച്ച പോക്കിരിരാജ എന്ന സിനിമയിൽ, ആ സിനിമയിൽ ഒരു സീനാണ്, നിങ്ങൾ ഒരുപാട് പരിചയമുള്ളൊരു സീനായിരിക്കും. സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടറായിട്ടുള്ള ഒരു അളിയൻ, പോലീസ് അളിയനാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഓടുക. അപ്പൊ നമ്മൾ കാണുന്ന എന്താണ്, പുള്ളിക്കാരൻ ഓടുന്നുണ്ട്, കൂടെ കുറെ ഗുണ്ടകളും ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു കാഴ്ചയിൽ ആ സിനിമയിൽ ആ ഒരു ഫ്ലോയിൽ കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, സുരാജ് വെഞ്ഞാറമൂട് ഒരു കർക്കശക്കാരൻ, ആ ഗൗരവത്തോടുള്ള മുഖമൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പോലീസുകാരൻ എന്താ ചെയ്യുന്നത്, ഈ ഗുണ്ടകളെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് എന്നൊരു സംശയം തോന്നും. പക്ഷേ തൊട്ടടുത്ത സീനിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പിന്നെ ആ ഫുള്ളായിട്ട് വൈഡായിട്ട് എടുത്ത് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കള്ളന്മാർ സുരാജിന് പിന്നാലെയാണ് ഓടുന്നത്. അപ്പം സുരാജ് നോർമലി ഇങ്ങനെ ഓടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടാൻ സാധ്യതയില്ല. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ എന്താണ്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറൊരു ഉപായമില്ല, സാധാരണ ഓടുന്നതിലും വേഗത്തിൽ ഓടണം, അല്ലേ? അപ്പൊ പുള്ളിക്കാരന്റെ ഓട്ടം അവിടെ ഒരു റിയാക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ജനറലി സാധാരണഗതിയിൽ നമ്മൾ ഓടുകയാണ്, ഇപ്പൊ ജോഗിങ് പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് ഓടും. പക്ഷെ നേരെ മറിച്ച് ഒരു പട്ടി കടിക്കാൻ വന്നു, അല്ലെങ്കിൽ സുരാജിന്റെ കേസിൽ പോലെ കുറച്ച് ഗുണ്ടകൾ വരികയാണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചുകൂടി വേഗത്തിൽ ഓടും. അപ്പൊ എന്താണ്, ഈ ഗുണ്ടകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പട്ടി എന്ന് പറയുന്നതൊക്കെ എന്താണ്, അത് നമ്മുടെ വേഗത കൂട്ടാൻ കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. സോ അത്തരത്തിലുള്ള കുറച്ച് ഘടകങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഘടകങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതുപോലെ ഫിസിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. അതായത് ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഈ സ്ലൈഡിൽ കണ്ടു, ഒരു ചിത്രം കണ്ടു, എന്താണ്, ഒരു വിറക് കത്തുന്നത്, അതായത് വുഡ് ബേണിംഗ് ആണ്, അല്ലേ? അപ്പൊ വിറക് കത്തുന്നതിന് മുമ്പ് എന്താണ്, നോർമലായിട്ട് ഒരു വിറക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഡ്രൈ ആയിട്ടുള്ള ഒരു വുഡിന്റെ ഒരു ബ്ലോക്ക് ആയിരിക്കും. സോ ഇതിനെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആ വുഡ് കത്തിക്കരിഞ്ഞ് അവസാനം
ചാരവും കരിയും മാത്രമേ ബാക്കിയുണ്ടാവും. കുറച്ച് പുകയും ഇതൊക്കെ പുറത്ത് പോകും. പക്ഷെ അവസാനമായിട്ട് നമുക്ക് എന്താ ചാരം മാത്രമേ ബാക്കിയുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് തുടക്കത്തിലുള്ള ആ ഒരു വുഡ് അല്ലെ ആ ഒരു മരക്കഷ്ണത്തിന്റെ അല്ലെ ആ വിറകിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെ ആ വിറകാണ് കത്തി തീർന്ന് നമുക്ക് മനസ്സിലാൻ പറ്റുമോ? അതിപ്പോ പേപ്പർ കത്തിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണി കത്തിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വഴി അങ്ങനെ കത്തിച്ച് പോകാൻ സാധ്യതയില്ലാത്ത ഏത് സാധനങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് അവസാനം കിട്ടുന്നത് കരി ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ എന്തുണ്ടാവാം? ചാരം ഉണ്ടാവാം. ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അതിന്റെ കംപ്ലീറ്റ് അപ്പിയറൻസ്, അതിന്റെ കാണാൻ പറ്റുന്ന എല്ലാ മാറ്റം സംഭവിച്ചിട്ടാണ് അത് പുതിയൊരു സബ്സ്റ്റൻസിലേക്ക് മാറുന്നത് അല്ലെ. അതാണ് കെമിക്കൽ ചേഞ്ചസ് ഉദ്ദേശിച്ചത്. സോ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ പോകേണ്ടത് അതുപോലെ. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഐസ് വാട്ടർ ആവുന്നത്, ലിക്വിഡ് ആവുന്നത്, ഐസ് എന്താണ്, കുറച്ച് പുറത്ത് റൂം ടെമ്പറേച്ചറൊക്കെ വെച്ചാൽ അത് അലിഞ്ഞു പോകും അല്ലെ. അതവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അത് വാട്ടർ അല്ലാതാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ വിറക് കത്തിയിട്ട് അത് വിറകല്ലാതായി. വിറകെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സാധനം പോയി. അതിലുള്ള കമ്പോണൻസ് ഒക്കെ അങ്ങനെ ഉണ്ടാവും, പക്ഷെ വിറക് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സാധനം അവിടെ ഇല്ലാതായി. അതിന് പകരം കരിയായി, കാർബണും പിന്നെ ചാരവും അതുപോലെ പുകയായി പോയ സാധനങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ നമ്മുടെ ഐസ് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ വാട്ടറായിട്ട് തന്നെ ഉണ്ടാവും അല്ലേ. അപ്പം അതുപോലെ തന്നെ വാട്ടർ അവിടെ നിന്ന് നീരാവിയായി പോയി വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് ചുറ്റുപാടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് വേറെയാണ്. ഇപ്പൊ നമ്മുടെ മനുഷ്യൻ വളരുന്നത് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് വരിക. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ ദഹന പ്രക്രിയ, അതായത് ഭക്ഷണം കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞ് എക്സ്ക്രീഷൻ നടക്കുന്നതും ആ എല്ലാ പ്രോസസ്സും എന്താണ്? ഒരു തരത്തിൽ കെമിക്കൽ ചേഞ്ച്. നമ്മുടെ വയറിനുള്ളിൽ എന്താണ് നടക്കുന്നത്? അതിനെ ഡീകമ്പോസ് ചെയ്ത്, ഭക്ഷണം നമ്മൾ കഴിച്ചതില്ല ഹാർഡായിട്ടുള്ള സാധനം ഡീകമ്പോസ് ചെയ്ത് ലൈറ്റ് മെറ്റീരിയൽസ് ആയിട്ട് ഡൈജഷന് വേണ്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ബേസിക്കലി എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. എൻസൈം ഒക്കെ കൂടിയിട്ട് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. സോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു റേറ്റ് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ കെമിക്കൽ ചേഞ്ച് അഥവാ കെമിക്കൽ റിയാക്ഷൻസും എന്താണെന്ന് മനസ്സിലായി. സോ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്താണ്, അതെങ്ങനെയാണ് ഫിസിക്കൽ ചേഞ്ചിന് വ്യത്യാസം ഉണ്ടാകുന്നത് കണ്ടു. സോ കെമിക്കൽ റിയാക്ഷനിലെ നമ്മൾ റേറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ കെമിക്കൽ റിയാക്ഷൻ കണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ ഇതിൽ മാറണമെന്ന് പറ്റും നമുക്ക് നോക്കണം. മാറ്റാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ടെൻഷൻ അടിക്കട്ടെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ നോക്കിയേ, നമ്മൾ ഏത് റിയാക്ഷൻ ആണെങ്കിലും റിയാക്ഷന് മെയിൻ ആയിട്ട് രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് റിയാക്ടൻസ് ഉണ്ട്, പിന്നെ പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ട് ഏത് റിയാക്ഷൻ നമ്മൾ റിയാക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിന്റെ കൂടെ തന്നെ ഫൈനലായിട്ട് നമുക്ക് പ്രൊഡക്ട്സ് കിട്ടും. പക്ഷെ എപ്പോഴും റിയാക്ഷൻ ഈ ഒറ്റ ഒരു ഡയറക്ഷൻ നമ്മൾ വിചാരിക്കുന്നത് ഇത്ര സിമ്പിൾ ആയിട്ട് നടക്കില്ല. കാരണം എന്താണ്? റിയാക്ഷൻ്റെ കൂടെ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ. എല്ലാ സോൾവെന്റിലും റിയാക്ഷൻ നടക്കും. ഉദാഹരണത്തിൽ വാട്ടറിൽ റിയാക്ഷൻ നടക്കുന്ന ചില കമ്പൗണ്ട്സ് ഉണ്ട്. ചില റിയാക്ടന്റ് വാട്ടറിലാണ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിന് പകരം വേറെ, ഉദാഹരണത്തിന് ബെൻസിൻ അല്ലെങ്കിൽ ഒരു പെട്രോൾ അല്ലെങ്കിൽ മണ്ണെണ്ണ, അങ്ങനെ നിങ്ങൾ വേറൊരു ലിക്വിഡ് നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചാൽ, അല്ലെങ്കിൽ മെഴുക്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ജെൽ ടൈപ്പ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡ്, അതിലൊന്നും എന്താണ് റിയാക്ഷൻ നടക്കില്ല, വാട്ടറിൽ മാത്രമേ നടക്കും. അപ്പൊ സോൾവെന്റ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ സോൾവെന്റ് ഉണ്ടാവാം. അത് കൂടാതെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ചിലപ്പോൾ റിയാക്ഷൻ നടക്കുക. ചിലപ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചർക്കും ചിലപ്പോൾ ലോ ടെമ്പറേച്ചർ. സോ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും കൂടി ഉണ്ടാവും. പിന്നെ ജനറലി എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ഇതുപോലത്തെ ഘടകങ്ങൾ കൂടാതെ പ്രൊഡക്ട്സിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ കുറച്ച് ആൾക്കാർ കിട്ടും. അതിന് നമ്മൾ എന്ത് പറയും? ബൈ പ്രൊഡക്ട്സ് എന്ന് പറയും. ഈ നമ്മുടെ ഗ്യാസ് റിലീസ് ആവുന്നതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഈ റിയാക്ടൻസിന് നമുക്ക് എങ്ങനെയൊക്കെ ഐഡന്റിഫൈ. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത്, നമ്മുടെ റിയാക്ഷൻ എന്താണ് പറയുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, സോഡിയം എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടു, സോഡിയവും വെള്ളവും തമ്മിലുള്ള റിയാക്ഷൻ ഞാൻ പറയുന്നു. അപ്പൊ അതിൽ സോഡിയം ലിക്വിഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ സോഡിയം സോളിഡ് ആയിട്ടാണോ, സോഡിയം ഗ്യാസ് ആയിട്ടാണോ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളിപ്പോൾ മുന്നേ പഠിച്ചത് വെച്ചാൽ സോഡിയം മെറ്റൽ ആയതുകൊണ്ട് സോളിഡ് ആയിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷെ കെമിസ്ട്രി ഒന്നും പഠിക്കാത്ത ഒരാൾക്കാരോട് നമ്മൾ ഈ റിയാക്ഷൻ എന്താണ് നടക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കെമിക്കൽ ഈ റിയാക്ഷൻസ്, അതായത് കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നത്. സോ ഇക്വേഷൻസ് നമ്മളിപ്പോൾ സോളിഡ് ആണ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതുപോലെ എസ് എന്ന് എഴുതും. കണ്ടോ? അപ്പൊ എന്താണ്? മാഗ്നീഷ്യം സോളിഡ് ആണ് നമുക്ക് മനസ്സിലായി. പിന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതായത് നമുക്കിപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന് ഡയല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അതിനർത്ഥം ഡയല്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്ത് സാധനവും ഡയല്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അക്വസ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് AQ എന്നൊരു സൈൻ ഇവിടെ കൊടുത്തത്. അതെന്താണ് അതിനർത്ഥം? അക്വസ് സൊല്യൂഷൻ ആണ്. സോ അക്വസ് സൊല്യൂഷൻ, അതായത് വാട്ടർ ആഡ് ചെയ്ത ഡയല്യൂട്ട് ചെയ്ത സൊല്യൂഷൻ നമ്മൾ അക്വസ് എന്ന് കൊടുക്കും. അപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടാവും എന്താണ്? MgCl2 മാഗ്നീഷ്യം ക്ലോറൈഡ്. അത് സോളിഡ് അല്ലേ എന്ന് തോന്നും. സോളിഡ് ആയിട്ടല്ല, അതും അക്വസ് സൊല്യൂഷൻ, അത് വാട്ടറിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് അവിടെ ഉണ്ടാവുക. അതിനെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക.
വാട്ടറിന്റെ കൂടെ തന്നെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതാണ് അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്രാക്കറ്റിൽ ജി എന്നിട്ടാണ് നമ്മൾ അതിനെന്താ, അത് ഗ്യാസ് ആണ്. ഇനി നമ്മൾ ലിക്വിഡ് ആണെങ്കിലോ, ലിക്വിഡ് ആണ് നമ്മൾ എന്ത് ചെയ്യും, ഉദാഹരണത്തിന് വാട്ടറാണ് എടുത്തത്. വാട്ടർ എടുത്ത് എന്താണ്, അവിടെ ലിക്വിഡ് എന്ന് മാത്രമേ നമ്മൾ എടുക്കുക. വാട്ടറിന് നമ്മൾ അക്വസ് എന്ന് എഴുതേണ്ട ആവശ്യം, അക്വസ് എന്ന് എഴുതാം, പക്ഷേ ലിക്വിഡ് എന്ന് എഴുതിയാലും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളെ ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ എങ്ങനെ ഐഡന്റിഫൈ എന്ന് കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ തന്ന 2 എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഈ എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഞാൻ പറയാം. ഈ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ് വേണം, അതുപോലെ സിങ്ക് വേണം, അതുപോലെ മഗ്നീഷ്യം വേണം. എല്ലാം നമ്മൾ ഒരേ അമൗണ്ടിലാണ്. ഇത് കൂടാതെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഡൈല്യൂട്ട് ആയിട്ടുള്ള HCl ആണ്. ഈ അക്വസ് എന്ന് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ ഡൈല്യൂട്ട് HCl ആണ് ഈ റിയാക്ഷന് വേണ്ടി എടുക്കുന്നത്. സോ ഡൈല്യൂട്ട് HCl എടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ ഒരേ അമൗണ്ട് അല്ല, സിങ്കും മഗ്നീഷ്യം ഒരേ അമൗണ്ട് ആണ് എടുത്തത്. പ്രത്യേകിച്ച് അമൗണ്ട് ഒന്നും വ്യത്യാസം വരുത്തില്ല. ഇത് രണ്ടും ആഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ ചെയ്ത റിയാക്ഷൻ എന്താണ്, നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തു. ഓക്കെ, ഈ 2 ടെസ്റ്റ് ട്യൂബ്സിൽ നമ്മൾ ആരെടുത്തു, ഒന്നില്ലാത്ത നമ്മൾ മഗ്നീഷ്യം എടുത്തു, മറ്റേതിൽ നമ്മൾ സിങ്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യണം മക്കളെ കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് എന്ത് സംഭവിക്കുക, നമ്മൾ ആദ്യം മനസ്സിലാക്കി ഏത് മെറ്റലിലും നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് റിയാക്ഷൻ നടക്കും, അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഏത് മെറ്റലിലും നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, രണ്ടിലും എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ റിയാക്ഷൻ രണ്ടും നോക്കുമ്പോൾ എന്താണ്, രണ്ടിലും റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്താണ്, സിങ്ക് പ്ലസ് 2 HCl gives സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. മഗ്നീഷ്യം പ്ലസ് 2 HCl gives മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. റിയാക്ഷൻ ഒക്കെ സിമ്പിൾ ആണ്. പക്ഷേ നമ്മുടെ ഈ മെറ്റൽസിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ മെറ്റലും ഒരേപോലെ റിയാക്ട് ചെയ്യില്ല. ഇതിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ നിത്യജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഗോൾഡും എടുക്കുക, ഒരു ഇരുമ്പിന്റെ എന്തെങ്കിലും ഒരു ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും, നമ്മളിപ്പം വീട്ടിൽ ഗ്രിൽസ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ എന്താണ്, ഇരുമ്പിന്റെ കമ്പികളെ ഉപയോഗിച്ച്, ഇരുമ്പിന്റെ കമ്പിയും നമ്മളൊരു സ്വർണ്ണത്തിന്റെ ഒരു ആഭരണം എടുത്ത് നോക്കും, ഇതിലേതാണ് പെട്ടെന്ന് തുരുമ്പിച്ചു പോകാനൊക്കെയുള്ള സാധ്യത? ഇരുമ്പ് തുരുമ്പിക്കും. നമ്മൾ ഗോൾഡിന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഗോൾഡ് റിയാക്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി ഞാൻ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട്. അപ്പോ സിങ്ക് ആരെക്കാൾ റിയാക്റ്റീവ് ആണ്, മഗ്നീഷ്യത്തിനേക്കാളും റിയാക്റ്റീവ് ആണ്. സോ എന്ത് സംഭവിക്കും, സിങ്കിന്റെ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ കുറച്ചുകൂടി സ്പീഡിലായിരിക്കും, അതിന്റെ റേറ്റ് കൂടുതലായിരിക്കും നമുക്ക് പറയാം. അതുകൊണ്ട് എന്ത് പറയാം, ഇവരുടെ റിയാക്ടിവിറ്റി ഡിഫറൻസ് കൊണ്ട് റേറ്റും ഡിഫറെന്റ് ആവുന്നുണ്ട്. അപ്പൊ എന്താണ്, കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് റിയാക്ടൻസ് അഫക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. മനസ്സിലായോ? എന്താണ് നമ്മൾ നേരെ സുരാജിന്റെ കാര്യത്തിൽ എന്താണ്, ഗുണ്ടകളും അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു പട്ടിയെ ഓടിക്കാൻ വന്ന് നമ്മൾ എന്തായാലും ഓടും. അപ്പൊ പട്ടി നമ്മളെ സ്പീഡ് കൂട്ടുന്ന ആളാണെന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വേഗത കൂടുതലാണെങ്കിൽ, വേഗതയല്ല അതിന്റെ റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, റിയാക്ഷൻ ചടപടേന്ന് പറഞ്ഞ് നടക്കും. അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു സാധനം, ഇപ്പൊ ഉദാഹരണത്തിന് സിങ്കിന് പകരം ഞാനിവിടെ എന്താണ്, ഗോൾഡ് ആണ്. ഗോൾഡിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, AU എന്ന് ഡിനോട്ട് ചെയ്യും. ഗോൾഡ് എടുത്ത് നമ്മൾ ആസിഡിൽ ഇടുവാണെങ്കിൽ റിയാക്ഷൻ നടക്കും മക്കളെ? റിയാക്ഷൻ നടക്കില്ല. കാരണം എന്താണ്, ഗോൾഡ് വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്, റിയാക്ടിവിറ്റി വളരെ കുറവാണ്. ഓക്കെ, നമ്മുടെ റിയാക്ടിവിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിലും നമ്മൾ വേറൊരു എക്സ്പീരിയൻസ് നമ്മൾ ഇതിന് ശേഷം കാണുന്നുണ്ട്. ആ സമയത്ത് റിയാക്ടിവിറ്റിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. പക്ഷെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. നേച്ചർ ഓഫ് ദ റിയാക്ടൻസ്, റിയാക്ടന്റിന്റെ നേച്ചർ. റിയാക്ടന്റ് നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താണ്, അതിന്റെ ഫിസിക്കൽ നേച്ചർ അല്ല എടുക്കേണ്ടത്, അതിന്റെ റിയാക്ടിവിറ്റി കെമിക്കൽ നേച്ചർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നേച്ചർ എന്ന് പറഞ്ഞാൽ, അതിന്റെ റിയാക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള റിയാക്ടൻസ് ആണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള റിയാക്ടൻസ് ആണെങ്കിൽ എന്താവും, അതായത് റേറ്റ് കുറവായിരിക്കും. ഓക്കെ, സോ കോൺസെൻട്രേഷൻ എന്താണ് നിങ്ങൾ പഠിച്ചു. സോ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റേറ്റിനെ വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണാം. അപ്പൊ അതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 2 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ പോലെ നമ്മൾ 2 ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റൽസ് എടുത്തില്ല. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ആ ചെക്ക് ചെയ്യാൻ പോകും നമ്മുടെ റിയാക്ഷൻ. നിങ്ങൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം, നമ്മൾ ജനറലി ഇപ്പൊ സയന്റിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അവർ റിയാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, വെറുതെ തോന്നിയതുപോലെ ചെയ്യല്ല. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ സാധനമാണ് എന്താണ് കൂടുതൽ പ്രൊഡക്ട്സ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു കൊറോണയുടെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു ജനറലി തുടക്കത്തിലുള്ള ഒരു പർട്ടിക്കുലർ സാധനങ്ങൾ 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാക്സിൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കിട്ടി. പക്ഷെ നമുക്കറിയില്ല എന്താണ്
ഇതിൽ ഏത്, അതായത് നമ്മളിപ്പം ഒന്നിൽ കൂടുതൽ ഇപ്പൊ 2 സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ ഏതിലാണ് കൂടുതൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതൽ, അതായത് ഏത് സാധനം കൂടിക്കഴിഞ്ഞാലാണ് കൂടുതൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വേണം, അതായത് നിങ്ങൾക്കൊരു മുട്ടായി വാങ്ങുന്നിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഒരു മുട്ടായി വാങ്ങിക്കണം. അപ്പൊ മുട്ടായി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു മുട്ടായി ഉണ്ടാക്കണം. മുട്ടായി ഉണ്ടാക്കിയപ്പം ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് നമുക്കതിൽ. എന്താണ്, ഒരു ബദാമിന്റെ ഫ്ലേവർ ഉണ്ടെന്നിരിക്കും. ഒരു മുട്ടായിക്ക് ബദാമിന്റെ ഫ്ലേവർ ഉണ്ട്. അപ്പൊ ഈ മിഠായിക്ക് ബദാമിന്റെ ഫ്ലേവർ വരാൻ വേണ്ടി നമ്മൾ മിഠായി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറേ സ്ഥലം എക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിച്ചു, വൈ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചു, സെഡ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചു. ഈ 3 സാധനം ഉപയോഗിച്ച് നമ്മൾ മിഠായി ഉണ്ടാക്കി. അപ്പൊ മിഠായി ഉണ്ടാക്കിയപ്പോൾ മിഠായിക്ക് ബദാമിന്റെ ടേസ്റ്റ് ഉണ്ട്, കുറച്ചൊരു അണ്ടിപ്പരിപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ഒരു ചോക്ലേറ്റ് ആയിട്ട് ടേസ്റ്റ് ഉണ്ട്. ഇതാണ് മിഠായിയുടെ ടേസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് തോന്നി, കഴിച്ചപ്പോൾ തോന്നി, ഷോ ആ ബദാമിന്റെ ടേസ്റ്റ് കുറച്ച് കുറവാണെന്ന്. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തു, 3 കെമിക്കൽസ് ആഡ് ചെയ്തു. പക്ഷെ ഇതിൽ ഏതോ ഒന്നിന് ബദാമിന്റെ ഫ്ലേവർ നൽകാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് വൈ ആണ് എന്തെന്ന് ബദാമിന്റെ ഫ്ലേവർ തരുന്നത് എന്ന് വിചാരിക്കും. എക്സ് എന്താണ്, എക്സ് അണ്ടിപ്പരിപ്പിന്റെ ആണെന്ന് വിചാരിക്കും. സെഡ് എന്ന് പറയുന്നത് വേറൊന്നിന്റെയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ ഏത് വാരി ചെയ്താലാണ് ബദാമിന്റെ ആ ടേസ്റ്റ് കിട്ടുക? വൈ വാരി ചെയ്യണല്ലോ. അപ്പൊ നമ്മൾ സയന്റിസ്റ്റ് എന്ത് ചെയ്യും, എക്സും സെഡും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അവരുടെ അമൗണ്ട് വ്യത്യാസം വരുത്തുകയില്ല. അത് എത്രയാണോ എടുത്ത് അത്ര തന്നെ വെക്കും. എന്നിട്ട് വൈയുടെ അമൗണ്ട് മാത്രം വാരി ചെയ്യും. എന്നിട്ട് ടേസ്റ്റ് നോക്കും ഓരോ പ്രാവശ്യവും. മിഠായി ടേസ്റ്റ് മാറിയോ, ബദാമിന്റെ ടേസ്റ്റ് കൂടിയോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇതിന്റെ നമുക്ക് ഇത്രത്തോളം മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യുക. അപ്പൊ ഈ റിയാക്ഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇവിടെ റിയാക്ടന്റ് ആരൊക്കെയാണ്, മഗ്നീഷ്യവും കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ മാഗ്നീഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ സെയിം, അതാ എത്ര അമൗണ്ട് വെച്ചാൽ അത്ര അമൗണ്ട് തന്നെ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അമൗണ്ട് നമ്മൾ വാരി ചെയ്യും, അതായത് അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ വാരി ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. ഒരു സൊല്യൂഷൻ നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl എടുത്തു, അത് അടുത്തത് ഡയലൂട്ട് HCl. ഡയലൂട്ട് HCl എന്ന് വെച്ചാൽ എന്താണ്, അതൊരു അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പൊ എന്താ നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺസെൻട്രേറ്റഡ് HCl എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് കുറച്ചുകൂടി റിലീസ് ചെയ്യും കേട്ടോ, ബബിൾസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, റിയാക്ഷന്റെ റേറ്റ് കൂടുന്നുണ്ട്. അതായത് Mg+2HCl gives MgCl2 പ്ലസ് ഹൈഡ്രജൻ ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ഇത് അക്വസ് സൊല്യൂഷൻ ആണ്, മഗ്നീഷ്യം സോളിഡ് ആണ്, മഗ്നീഷ്യം ക്ലോറൈഡും അക്വസ് സൊല്യൂഷൻ ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. സോ എന്താ സംഭവിച്ചത്, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ റിയാക്ഷന്റെ റേറ്റ് കൂടി, കൂടുതൽ ഹൈഡ്രജൻ പുറത്തേക്ക് എന്താണ് ഇവോൾവ് ചെയ്തു. അപ്പൊ മഗ്നീഷ്യം ക്ലോറൈഡും കൂടുതൽ ഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, അതെങ്ങനെയാണ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടിയത്? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടി, നമ്മൾ കണ്ടു, എക്സ്പെരിമെന്റൽ എവിഡൻസ് ഉണ്ട്. അപ്പൊ ഇനി സയന്റിസ്റ്റുകൾ നെക്സ്റ്റ് സ്റ്റെപ്പിന്റെ എക്സ്പെരിമെന്റലായിട്ട് നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്ത് കിട്ടി, നമ്മൾ ഉദ്ദേശിച്ച കാര്യം കിട്ടി. ഇനി അതിന് വേണ്ടുള്ള കാരണങ്ങൾ, ഒരു പ്രപ്പോസിഷൻ, ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ഉണ്ടാക്കണം. എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും അത് നടന്നിട്ടില്ല. സോ അതിനുവേണ്ടി പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് കൊളിഷൻ തിയറി. പേര് പറയുന്നില്ല, കൊളിഷൻ എന്താണ്, കൂട്ടിമുട്ടുക എന്ന് പറയും. സോ എന്തുകൊണ്ടാണ് ഈ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടുന്നത് വെച്ചാൽ, കൊളിഷൻ തിയറി അനുസരിച്ച് റിയാക്ടന്റ് മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ഫോർ കെമിക്കൽ റിയാക്ഷൻ ടു ഒക്ക്. ഓക്കെ, അത് മാത്രമല്ല, റിയാക്ടന്റ് മോളിക്യൂൾസ് ഷുഡ് ഹാവ് എനർജി ഗ്രേറ്റർ ദാൻ എ മിനിമം ഫോർ എഫക്റ്റീവ് കൊളിഷൻസ്. വായിക്കുമ്പോൾ തോന്നാം കൊളിഷൻസ് എന്താണ്, കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കും. അതായത് നിങ്ങളുടെ റിയാക്ടൻസ് ആരൊക്കെയാണ്, ഇപ്പൊ മാഗ്നീഷ്യവും ഹൈഡ്രജൻ ക്ലോറൈഡും ഉണ്ട്. മാഗ്നീഷ്യത്തിന്റെ മോളിക്യൂൾസ് ആരുമായിട്ട് കൂട്ടിയിടിക്കണം, ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ മോളിക്യൂൾസുമായി കൂട്ടിയിടിക്കണം, എന്നാലേ റിയാക്ഷൻ നടക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ കൂട്ടിയിടിക്കണമെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് ഇതിന് ഒരു റിയൽ ലൈഫ് അല്ല, അതുപോലെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ഒരു എക്സ്പെരിമെന്റ് ഞാൻ പറയാം. ഉദാഹരണത്തിന് വാട്ടർ ബലൂൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ഹോളിയുടെ ടൈമിലൊക്കെ ഈ വാട്ടർ ബലൂണിൽ കളർ നിറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന പരിപാടികളുണ്ട്. നോർത്ത് ഇന്ത്യൻസിലോട്ട് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഹോളി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ബലൂൺ ഉണ്ട് നിങ്ങളെ കയ്യിലെ, 2 ബലൂൺ ഉണ്ട്. അതിൽ 2 ബലൂൺ നിങ്ങൾ ഓർമ്മിച്ചേ, 2 ബലൂൺ ഉണ്ട്. അപ്പൊ ഒരു ബലൂണിൽ എന്താണ്, ഒരു ബലൂൺ നിങ്ങൾ വിചാരിക്കുക എന്താണ്, ഒരു മഞ്ഞ നിറമാണല്ലോ ഇരിക്കും. ഓക്കെ, രണ്ടാമത്തെ ബലൂൺ ഒരു നീല നിറമാണെന്ന് ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്, അപ്പോൾ ഇത് രണ്ടും കൂടി 2 സൈഡിൽ നിന്ന് എന്താണ്, ഞാൻ എറിയാണ് 2 ആൾക്കാർ. അപ്പൊ നിങ്ങൾ 2 പേരെ ആലോചിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തും കൂടി 2 സൈഡിൽ നിന്ന് ഈ ബോൾ എറിയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് ദൂരെ നിൽക്കുക. ഉദാഹരണത്തിന് 2 ആളും തമ്മിൽ ഒരു
10 മീറ്റർ വ്യത്യാസമുണ്ട്. ഓക്കെ, 10 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ നിൽക്കുവാണ്. 10 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഇവിടെ നിങ്ങൾ എക്സും ഉണ്ട് ഒരു വൈ ഉണ്ട്, നിങ്ങൾ രണ്ടാളും ബോൾ എറിയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി അടുത്ത് വരും, നിങ്ങൾ എന്ത് ചെയ്തു, 2 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് എക്സും വൈയും എറിയുകയാണ്. അപ്പൊ എന്താ വ്യത്യാസം എന്താ ഉണ്ടാവുക? നമ്മൾ 10 മീറ്റർ ദൂരെ നിന്ന് എറിയുമ്പോൾ എന്താണ്, രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ ആ ഒരു ഫോഴ്സ് കുറച്ച് കുറയും. എന്നാൽ അടുത്ത് നിന്നിട്ട് എറിയുമ്പോൾ എന്താ സംഭവിക്കും, കുറച്ചുകൂടി ഫോഴ്സിൽ കൂട്ടിയടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മേത്ത് കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അതായത് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്താണ്, ആ ഒരു കൊളിഷൻ നടക്കാനുള്ള ഫ്രീക്വൻസി കുറവാണ്. കൊളിഷൻ നടക്കണം എന്താണ്, കുറച്ചുകൂടി അടുത്ത് നിന്ന് കൊളിഷൻ നടക്കും. അപ്പോൾ എന്താണ്, ഇനിയിപ്പോ നോക്കിയേ നിങ്ങൾ കൊളിഷൻ എന്ത് നിങ്ങൾ കുറച്ചൊന്ന് മനസ്സിലാക്കി തരാം. റിയാക്ടൻ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയല്യൂട്ട് സൊല്യൂഷൻ എടുത്തു, ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുത്തു. ഞാൻ പറഞ്ഞു ഡയല്യൂട്ട് സൊല്യൂഷൻ എന്താണ്, വാട്ടർ ആഡ് ചെയ്ത് നമ്മൾ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സെയിം ആണ്, പക്ഷെ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ അത് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ മോളിക്യൂൾസ് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുവാണെന്ന് വിചാരിക്കും. അപ്പൊ ഡയല്യൂട്ട് സൊല്യൂഷനിൽ എങ്ങനെ ഉണ്ടാവും മോളിക്യൂൾസ്, ഡയല്യൂട്ട് സൊല്യൂഷൻ എടുത്താൽ ഒരാളിവിടെ, അടുത്ത ആളിവിടെ, അങ്ങനെ ഒരുപാട് ദൂരത്തിലായിരിക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ അവർ തമ്മിൽ കൊളിഷൻ നടക്കാനുള്ള ഫ്രീക്വൻസി എന്തായിരിക്കും, സാധ്യത കുറവാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കൊളിഷൻ നടക്കുക അടുത്തടുത്ത് നിൽക്കും ചറപറ ഇടിയായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, കൊളിഷൻ നടക്കാനുള്ള സാധ്യത കൂടും. പക്ഷെ പറഞ്ഞു ഷുഡ് ഹാവ് എനർജി ഗ്രേറ്റർ ദാൻ മിനിമം, ഒരു പർട്ടിക്കുലർ എനർജി കൂടുതൽ ഉണ്ടായാൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ. നിങ്ങൾ രണ്ട് വാട്ടർ ബലൂൺ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാണ്, രണ്ടാളുകൂടി മെല്ലെ ഒരു തൂവൽ വീഴുന്ന പോലെ എറിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബലൂൺ തമ്മിൽ കൂട്ടിമുട്ടാനോ അല്ലെങ്കിൽ പൊട്ടാനോ സാധ്യതയുണ്ടോ, ഇല്ല. ഒരു പർട്ടിക്കുലർ ഫോഴ്സിൽ പർട്ടിക്കുലർ എനർജി കൊടുത്ത് എറിഞ്ഞാൽ മാത്രമേ അത് കൂട്ടിയടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ റിയാക്ടൻ മോളിക്യൂൾസ് എങ്ങനെയാണ്, കുറച്ചധികം എനർജി പോകണം അല്ലെ. അപ്പൊ ഈ ഒരു എനർജി നമ്മൾ കവർ ചെയ്യണം. അപ്പൊ ഈ എനർജിക്ക് നമ്മൾ എന്താണ് പറയാ, ഈ ഒരു എനർജിക്ക് നമ്മൾ പറയുന്നത് ത്രെഷോൾഡ് എനർജി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് വിൽ ഇൻക്രീസ്, സോ ദ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ്. ഞാൻ പറഞ്ഞ ആ ഒരു ഐഡിയ മനസ്സിലായോ? എന്താ സംഭവിക്കും, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം കൂടുക ചെയ്യുന്നത്, ഡയലൂട്ട് സൊല്യൂഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്താണ് കുറയുന്നു. ഇപ്പൊ കോൺസെൻട്രേഷൻ നമ്മൾ എന്താണ് പറയുന്നത്, ദ amount ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം. സോ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, amount ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം വിൽ ബി ഹൈ. amount കൂടുമ്പോൾ എന്താണ്, അവിടെ ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമല്ലോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ കൊളീഷൻ നടക്കാൻ സാധ്യതയുണ്ട്. കൊളീഷൻ നടന്ന എന്താവും, റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ഓക്കെ, അപ്പൊ ഈ കൊളീഷൻ വെറുതെ നടന്നാൽ കുറെ ഇപ്പൊ കോൺസെൻട്രേഷൻ കൂടി, പക്ഷെ മോളിക്യൂൾസ് നിൽക്കുമ്പോൾ വെറും മടിയന്മാർ, കുറെ മോളിക്യൂൾസ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു മോളിക്യൂൾ പറഞ്ഞാൽ നമ്മുടെ അടിയൊന്നും കഴിയണം, നമ്മുടെ സമാധാനത്തിന്റെ പാതയിലാണ്, നമുക്ക് കൂട്ടിയടിക്കാനൊന്നും വയ്യ. അപ്പൊ റിയാക്ഷൻ നടക്കൂ, ഒരിക്കലും നടക്കാൻ സാധ്യത. അപ്പൊ എന്താണ്, അവിടെ ഒരു പർട്ടിക്കുലർ എനർജി വേണമെന്ന് പറഞ്ഞു. ആ എനർജിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അതെന്താണ് നമ്മൾ ഒന്നുകൂടി കാണും കേട്ടോ. ത്രെഷോൾഡ് എനർജി എന്താണ്, ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് കടന്നു പോകുന്നതിന് നമ്മൾ ത്രെഷോൾഡ് കടക്കുക എന്നുള്ളത്. അപ്പൊ ത്രെഷോൾഡ് എനർജി എന്താണ്, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് കൂടുതൽ എനർജി വേണ്ടതിന് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയല്ലോ, കോൺസെൻട്രേഷൻ എങ്ങനെയാണ് മാറുന്നത്, എന്തുകൊണ്ടാണ് മാറുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സർഫസ് ഏരിയ ആണ്. സോളിഡ്സിന്റെ സർഫസ് ഏരിയ എങ്ങനെ റിയാക്ഷനെ എഫക്ട് ചെയ്യും. നമ്മൾ തുടക്കത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നത്, എന്താണ്, വിറക് കത്തുന്ന കാണിച്ചു തരുന്നത്. അപ്പൊ വിറക് കത്തിക്ക് ഞാൻ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതൊക്കെ ആ സമയത്ത് പറഞ്ഞത്. ഇനി വിറക് കത്തിക്കുക, വിറകല്ലേ പേപ്പർ കത്തിക്കുവാണ്. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള വിറക് വലിയ വിറകാണ്, വലിയ കഷ്ണം, ഒരു വലിയ മരം മുറിച്ചാണ്, ഒരു പ്ലാവ് മുറിച്ചപ്പോൾ അതിൽ കിട്ടിയ വലിയ കഷ്ണമാണ്. വലിയ എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക ഒരടിയോളം വീതിയൊക്കെ ഉള്ള ഒരു പ്ലാവിന്റെ ഒരു വലിയ കഷ്ണം വിറകാണ് വരിക. അപ്പൊ ഇത് നിങ്ങൾ നേരെ കത്തിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കത്തി തീരുമോ? ഒരിക്കലും തീരാൻ പോലെ. ഇഷ്ടംപോലെ മണിക്കൂർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാലും, അതുപോലെ ആ കത്തിക്കുന്നതിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാൽ പോലും കുറെ സമയം എടുക്കും. ഇനി നേരെ മറിച്ച് ഈ പ്ലാവിന്റെ ഈ വലിയ കഷ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ മുറിച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ട് തീ കൊടുത്താലോ പെട്ടെന്ന് തീ പിടിക്കും അല്ലേ. വേറെ നമുക്ക് പല വഴികളുണ്ട് കേട്ടോ. റിയാക്ഷൻ റേറ്റ് ഇപ്പൊ കൂടാന്ന് വെച്ചപ്പം കത്തിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ റിയാക്ഷൻ നടക്കും. അത് വേറെ കാര്യം. ഇതിപ്പോ ഞാൻ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കൂട്ടാനുള്ള വഴികളിൽ ഒന്നാണ്. ഇപ്പം വിറക് കത്തിക്കാൻ വേണ്ടി നമുക്ക് കഷ്ണങ്ങൾ മുറിച്ചിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണ്, വേഗത്തിൽ കത്തിത്തീരും. സോ അതുപോലെ തന്നെ ഞാൻ ഈ കഷ്ണങ്ങൾ മുറിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുക, എന്താണ്, നമുക്ക് റിയാക്ഷൻ റേറ്റ് കൂടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സർഫസ് ഏരിയ കൂടെ. കഷ്ണങ്ങൾ മുറിച്ചിട്ട് എന്ത് സംഭവിക്കുന്നത്, സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് നിങ്ങൾക്ക് 1 മീറ്റർ ബ്ലോക്കുള്ള ഒരു സാധനം ഞാൻ തന്നു. ഓക്കെ, 1 മീറ്റർ ആയിട്ടുള്ള ഒരു സോളിഡ് ബ്ലോക്ക് ഞാൻ തന്നു. ഈ 1 മീറ്റർ സാധനത്തിന് ഞാൻ എന്ത് ചെയ്തു,
പിന്നെയും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചു. എന്താ ചെയ്തത്? കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പോൾ ഈ ഓരോ കഷ്ണങ്ങൾക്കും ഏരിയ ഉണ്ടാവുമല്ലോ. അതെന്തായിരിക്കും? ഈ വലിയ സാധനത്തിന്റെ ഏരിയയെക്കാളും കൂടുതലായിരിക്കും. കാരണം എന്താണ്, ഇപ്പൊ ഈ മൊത്തം സാധനം എത്രയാണ്? 6 ഫേസാണ് ഉള്ളത്. ഇപ്പൊ ഞാനിപ്പോ ഒരു സാധനം മുറിച്ചു, ഇതുപോലെ ഒരു കുഞ്ഞി എന്താണ് ക്യൂബുകളായിട്ട് ഞാൻ മുറിച്ചു. അപ്പൊ ഓരോന്നും എത്ര ഫേസ് ആണ്? ഓരോന്നും 6 ഫേസിലുള്ള ഒരുപാട് കുഞ്ഞു സോളിഡ്സ് വന്നു. അപ്പൊ എന്താണ്? സർഫസ് ഏരിയ കൂടിയില്ലേ മക്കളെ? ഒരുപാട് സർഫസ് ഏരിയ കൂടിയല്ലേ? അപ്പൊ സർഫസ് ഏരിയ കൂടുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റ് കൂടുന്നത്? അപ്പൊ ഇവിടെ തന്ന എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഇവിടെ HCl ഒന്നും വേണ്ട. HCl മാർബിൾ പീസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ്, അതായത് വീട്ടിൽ മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിലാണ്. മുട്ട ഉപയോഗിക്കുന്നില്ലെങ്കിൽ മാർബിളിന്റെ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുട്ടത്തോടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് മുട്ട കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി തോട് ചുമ്മാ കളയാണല്ലോ. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ഈ വിനെഗർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ? വിനെഗറിന് നമ്മൾ കെമിസ്ട്രി പേരെന്ന് വെച്ചാൽ അസറ്റിക് ആസിഡ് എന്ന്. അതും ഒരു ആസിഡാണ്, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ്. സോ അസറ്റിക് ആസിഡിനെ പറ്റി നമ്മൾ പഠിക്കും കേട്ടോ. സോ വിനെഗർ, അതായത് അസറ്റിക് ആസിഡ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ 2 ഗ്ലാസ് എടുക്കുക. ഓക്കെ, 2 ഗ്ലാസ് എടുക്കും. എന്നിട്ട് ഈ 2 ഗ്ലാസ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വിനെഗർ എടുക്കുക. ഒരേ എമൗണ്ട് കേട്ടോ, എമൗണ്ട് ഒന്നും വ്യത്യാസം വരുന്നില്ല. സെയിം എമൗണ്ട് വിനെഗർ എടുക്കുക. എന്നിട്ട് ഒന്നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വലിയ കഷ്ണം മുട്ടത്തോട് പൊട്ടിക്കാതെ, അതായത് വലിയ കഷ്ണം മുട്ടത്തോട്. ഇനി അതേ ഷേപ്പുള്ള, അതായത് ഇപ്പൊ ഒരു പകുതി മുട്ട കഷ്ണം, ഒരു മുട്ടത്തോടിന്റെ പകുതി കിട്ടും നോക്കാം. പകുതി മുട്ടത്തോട് എടുത്തിട്ട് നമ്മൾ ഒന്നാമത്തേൽ ഇടുന്നു. ഓക്കെ, പകുതി മുട്ടത്തോട്. ഇനി ഇതേ അടുത്ത ഗ്ലാസ് നമ്മൾ ആ പകുതി മുട്ടത്തോട് നമ്മൾ പൊടിച്ച് എന്താകും? കുറച്ച് കഷ്ണങ്ങളായിട്ട് രണ്ടാമത്തതിൽ ഇടും. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ റിയാക്ഷൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് നോക്കണം. ഏതിലാണ് കൂടുതൽ ബബിൾസ്? കാരണം എന്താണ്, നമ്മൾ ഈ ഈ പീസ് എന്ന് പറയുന്ന നമ്മുടെ സാധനത്തിന്റെ പേരെന്താണ്? അത് കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലേ? മുട്ടത്തോടെന്ന് വെച്ചാൽ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ കാൽസ്യം കാർബണേറ്റ് നമ്മുടെ ആസിഡുമായി റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യും. സോ എക്സ്പെരിമെന്റ് നടന്നോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ കാൽസ്യം കാർബണേറ്റിൽ ഈ ആസിഡുമായി റിയാക്ട് ചെയ്തിട്ട് അത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്ത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ബബിൾസ് ആയിട്ട് നമ്മൾ ഈ ലിക്വിഡിൽ, അതായത് വിനെഗറിൽ കാണും. അപ്പൊ ഇതിൽ ഏതിലാണ് കൂടുതൽ ബബിൾസ് ഉണ്ടാകുക? കൂടുതൽ ബബിൾസ് വരുന്നുണ്ട്, അതിനർത്ഥം എന്താണ്? റിയാക്ഷൻ വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ രണ്ടാമത്, അതായത് പൗഡർ, അതായത് പൊടിച്ചിട്ട മുട്ടത്തോട് വെച്ച ഗ്ലാസ്സിലാണ് എന്താണ് നമുക്ക് കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത്. സോ അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം. എന്താണ്? സർഫസ് ഏരിയ കൂടുമ്പോൾ നമ്മുടെ റിയാക്ഷൻ റേറ്റ് കൂടി കൂടുന്നതായിട്ട് കാണും. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? കാൽസ്യം കാർബണേറ്റ്, സോളിഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ്. അത് ഇവിടെ എടുത്തതാണ്, മാർബിൾ പീസാണ്. ഞാൻ നിങ്ങളോട് മുട്ടത്തോട് എടുത്തിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? 2HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എടുത്തത്. എന്താണ്? അക്വസ് സൊല്യൂഷൻ. കാരണം ഡയല്യൂട്ട് ആണ് അല്ലേ മക്കളെ? ഡയല്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? അത് വാട്ടർ ഒഴിച്ചിട്ട് അതിനെ ഡയല്യൂട്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അക്വസ് സൊല്യൂഷൻ വിളിക്കുന്നത്. നമുക്ക് എന്ത് കിട്ടി? കാൽസ്യം ക്ലോറൈഡ് കിട്ടി, വാട്ടർ കിട്ടി, കൂടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും റിലീസായി. വാട്ടർ ഉണ്ടോ? L എന്ന് എഴുതി, ലിക്വിഡ് ആയതുകൊണ്ട് വാട്ടർ എഴുതി. കാൽസ്യം ക്ലോറൈഡ് തന്നെ അക്വസ് ആയിട്ട് സൊല്യൂഷൻ തന്നെ നിൽക്കും. അപ്പൊ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്ന വേഗത നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? റിയാക്ഷൻ റേറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാവും. അപ്പൊ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്താ മനസ്സിലായി? നമ്മുടെ റിയാക്ഷൻ റേറ്റ് കൂടുന്നു എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ റിയാക്ടൻസിന്റെ നേച്ചർ, അതുപോലെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ, അതുപോലെ റിയാക്ടൻസിന്റെ എന്താണ് സർഫസ് ഏരിയ കൂടി റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് കൊളിഷൻ ഇൻക്രീസസ്. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ അതേ ഐഡിയ. എന്താണ്? നമ്മൾ ഡയലൂട്ട് സൊല്യൂഷനിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, കൊളിഷൻ നടക്കാനുള്ള സാധ്യത കുറവാന്ന് പറഞ്ഞു. നമ്മൾ എന്താണ്? സർഫസ് ഏരിയ കൂടുതൽ, അപ്പൊ വലിയൊരു കഷ്ണം, അതായത് വലിയ ബ്ലോക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്താണ്? വലിയ ബ്ലോക്ക് ആയിട്ട് അങ്ങനെ നിൽക്കുകയും അവരെ കൂട്ടിയടിക്കാനുള്ള സാധ്യത കുറവാണ് അല്ലേ? ഇനി കുഞ്ഞു 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 ബ്ലോക്കുകളാണ് നമ്മൾ എന്താ ചെയ്യുക? അവർ കൂട്ടിയടിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ എന്താ? റേറ്റ് ഓഫ് കൊളീഷൻ ഇൻക്രീസസ് ആസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് എഫക്റ്റീവ് കൊളീഷൻ ഈസ് ഓൾസോ ഇൻക്രീസിങ്. എളുപ്പത്തിൽ മനസ്സിലായിക്കോട്ടെ. നമ്മൾ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡ് ചെയ്തു, ഒരുപാട് ഡിസ്റ്റൻസിൽ ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചു. അപ്പൊ എന്താണ്? കൊളീഷൻ നടക്കാനുള്ള സാധ്യത കൂടുന്നു. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ്. കാരണം ഒരു ബ്ലോക്കിൽ എന്താണ്? ബ്ലോക്കിലുള്ള മോളിക്യൂൾസ് അതിനുള്ളിൽ തന്നെ എന്താണ്? അടിച്ചു പിരിഞ്ഞ് അവിടെ നിൽക്കുക. അപ്പൊ എന്താണ്? നമുക്ക് പെട്ടെന്ന് റിയാക്ഷൻ നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? ആ ബ്ലോക്കിനെ നമ്മൾ പൊടിച്ച് കഷ്ണങ്ങളാക്കുമ്പോൾ എന്താണ്? മോളിക്യൂൾസ് കുറച്ചുകൂടി ഫ്രീ ആവും അല്ലേ? സോളിഡിൽ എന്താണ്? സോളിഡിൽ എല്ലാം അടുപ്പിച്ച് അറേഞ്ച്മെന്റാ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ പൊട്ടിച്ച് കളയാൻ പറ്റില്ല. പക്ഷേ അതിനെ പൊടിച്ച് കളയുമ്പോൾ എന്താണ്? കുറച്ചുകൂടി ഫ്രീ ആവും, കൊളിഷൻ നടക്കും. അപ്പൊ അതാണ് എന്താണ്? കൊളിഷൻ തിയറി അനുസരിച്ച് നമുക്ക് എക്സ്പെരിമെന്റ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ. ഹൗ ക്യാൻ വി ബേൺ ഫയർവുഡ് എഫക്റ്റീവ്ലി? എന്താണ്? വിറക് നമുക്ക് എങ്ങനെ കത്തിക്കാൻ പറ്റും?
നമുക്ക് പല വഴികളുണ്ട്. അപ്പൊ ഇവിടുത്തെ സർഫസ് ഏരിയ വെച്ച് നമുക്ക് എന്ത് എടുക്കാം? അതിനെ ബ്രേക്ക് ഇറ്റ് ഇൻ ടു സ്മോൾ പീസസ്. ബ്രേക്ക് ഇൻ ടു സ്മോൾ പീസസ്. ചെറിയ പീസ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കൂടുതൽ വേഗത്തിൽ കത്തിക്കാൻ പറ്റും. ഓക്കെ, വേറെ പല ഇതിന്റെ ബേസ് വേറെ വഴി എന്താണ്? നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് മണ്ണെണ്ണ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതിന്റെ റിയാക്ഷൻ റേറ്റ് കൂടാം. ഓക്കെ, ബേൺ ചെയ്യാനുള്ള എഫക്റ്റീവ്നെസ് കൂട്ടാം. അല്ലെങ്കിൽ എന്താണ്, നല്ലോണം ഊതി നമ്മളിപ്പം കത്തിക്കുവാണെങ്കിൽ നമ്മളിത് കുറച്ച് എയർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ കത്തിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ഓരോരോ കാരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊരു ധൈര്യത്തോടെ ഒരു ഹോംവർക്ക് ആയി തരാലോ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചോ. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെയൊക്കെ അതിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റുന്നു. ഓക്കെ, സോ നമുക്കിനി അടുത്തതായിട്ട് പുതിയൊരാളെയും കൂടി പരിചയപ്പെടാം. അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ, അതായത് നമ്മൾ ഇതുവരെ റിയാക്ഷൻ നടത്തിയ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സെയിം ആക്കി വെച്ചു. അതായത് റിയാക്ഷൻ നമ്മൾ തുടക്കുവാണ്, അതിന്റെ നേച്ചർ, അതായത് സെയിം സാധനങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെന്താണ്, അതിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ സെയിം ആണ്. രണ്ടും നമ്മൾ പൗഡേർഡ് ആക്കിയിട്ട് എടുക്കുന്നത്. പോട്ടെ, റിയാക്ഷൻ നമുക്ക് സ്പീഡിൽ നടക്കണമെന്നാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പം നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു, എല്ലാം കോൺസെൻട്രേഷൻ ഒക്കെ സെയിം ആണ്, ഒരു വേരിയും ഇല്ല. അപ്പൊ ഇനി നമുക്ക് റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷെ എന്നിട്ടും റിയാക്ഷൻ റേറ്റ് കൂടുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുക. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഹീറ്റ് എനർജി കൊടുക്കാം. നമ്മൾ ആർക്ക് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുക? ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഓട്ട മത്സരം, അത്ലറ്റിക്സ് മത്സരങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവർ അതിനു മുമ്പ് എന്താ ഗ്ലൂക്കോസ് ഒക്കെ കുടിക്കണം. എന്തിനാണ്? എനർജി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? സ്വാഭാവികമായിട്ടും അതിലുള്ള എല്ലാവർക്കും എനർജി കിട്ടും. അപ്പൊ നമ്മൾ ഒരു റിയാക്ഷൻ കണ്ടീഷനിൽ റിയാക്ടൻസിന് എനർജി കൊടുക്കും. അപ്പൊ എന്താണ്? എനർജി കിട്ടിക്കഴിഞ്ഞോ അവരെല്ലാവരും കൂട്ടിയടി അപ്പത്തോണം. കൊളിഷൻ തിയറി അനുസരിച്ച് എന്താണ്? കൊളിഷൻ തിയറി അനുസരിച്ചിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് പഠിച്ചത്. ആ കൊളൈഡ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം എനർജി വേണമെന്ന് നമ്മൾ കണ്ടു. ആ എനർജി നമ്മൾ പേരും വിളിച്ചു. എന്താണ്? ത്രെഷോൾഡ് എനർജി എന്ന് വിളിച്ചു. എന്താണ്? ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ മോളിക്യൂൾസ് ഷുഡ് അറ്റൈൻ എ മിനിമം കൈനറ്റിക് എനർജി. ദിസ് എനർജി ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി. മിനിമം കൈനറ്റിക് എനർജി വെച്ചാൽ മൂവ് ചെയ്യാൻ ഒരു മിനിമം എനർജി വേണം. ആ എനർജി, അതായത് വെറുതെ ലേസി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കില്ല. എന്താണ്? ഒരു മിനിമം കൈനറ്റിക് എനർജി വേണം. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ വഴി നമ്മൾ എന്താണ്? ഹീറ്റ് എനർജി കൊടുക്കും. അപ്പം അതുവരെ മടിയന്മാരായിരുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ മടി പിടിച്ചിരിക്കുക. അതായത് നമ്മുടെ ഇപ്പൊ ക്ലാസ്സിലൊക്കെ കുട്ടികളൊക്കെ എന്താണ്, നമ്മളൊക്കെ ബോർ അടിച്ചിരിക്കുക, ക്ലാസ് മുന്നോട്ടേ പോകുന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് ടീച്ചർ എന്ത് ചെയ്തു? ഒരു രസകരമായ ഒരു കഥ അങ്ങ് പറയാം. അപ്പൊ കുട്ടികൾ എന്താവും? ശ്രദ്ധ തിരിച്ച് ക്ലാസ്സിലേക്ക് വരും. അതിനല്ല, ഉച്ച തിരിഞ്ഞൊരു ബ്രേക്ക്. ഉച്ച തിരിഞ്ഞുള്ള ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഉറക്കം വരും. നല്ല ക്ലാസ്, ആ വെയിലിന്റെ ഒരു മയത്തിലുള്ളൊരു ചൂട്, ഫുഡും കഴിച്ച് വയറും നിറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഉറക്കം വരും. അപ്പൊ ആ സമയത്ത് ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലാസ് എടുത്ത് എന്തായിരിക്കും അവസ്ഥ? ആരായാലും ഉറങ്ങിപ്പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ചെയ്യാം, കഥ പറയാം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താകും? കുറച്ചൊരു എനർജി നമ്മൾ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താകും? ആ ഉറക്കം പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എനർജറ്റിക് ആവും. അത് തന്നെയാണ് ടെമ്പറേച്ചർ ചെയ്യുന്നത്. റിയാക്ഷൻ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താണ്? അതിന്റെ ത്രെഷോൾഡ് എനർജി കൂടും, അല്ലെ? കൊളൈഡ് ചെയ്യാനുള്ള എനർജി കൂടും. അപ്പം സംഭവിക്കും എന്താണ്? അപ്പൊ റിയാക്ഷൻ റേറ്റ് വേഗത്തിൽ നടക്കുമല്ലോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് എന്താ ചെയ്യുന്നത്? സോഡിയം തയോസൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരാളെ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്തു. ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്തപ്പം നമുക്ക് സോഡിയം ക്ലോറൈഡും വാട്ടറും സൾഫർ ഡയോക്സൈഡും അതുപോലെ സൾഫറും കിട്ടി. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്കൊരു പെയിൽ യെല്ലോ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. ഈ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൾഫർ ആണ് ഈ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയി കാരണം. സോ എന്താണ്? റിയാക്ഷൻ നടക്കുമ്പോൾ ഈ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ റിയാക്ഷൻ എങ്ങനെയാണ് വാരി ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ അങ്ങ് കൂട്ടിക്കൊടുത്തു. അപ്പൊ ടെമ്പറേച്ചർ വെറുതെ കൂട്ടിക്കൊടുത്താൽ മതിയോ? പോരാ. നമ്മൾ നേരത്തേക്ക് എന്താ ചെയ്തത്? നമ്മൾ കമ്പയർ ചെയ്യണം, അല്ലേ? വെറുതെ ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സോഡിയം തയോസൾഫേറ്റ് എടുത്തു, അതിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു, അതിനെ ചൂടാക്കി, അങ്ങനെ ചെയ്താൽ മതിയോ? ഇല്ല. ചൂടാക്കാത്തപ്പോഴും ചൂടാക്കുമ്പോഴും എങ്ങനെയാണ് വ്യത്യാസം? കമ്പയർ ചെയ്യണം, അല്ലേ? എക്സ്പെരിമെന്റ് നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക. നമുക്ക് വെറുതെ ഒരൊറ്റ ഒരു എക്സ്പെരിമെന്റ് മാത്രം കണ്ടക്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടൂല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു റിയാക്ഷൻ, അതായത് ഈ റിയാക്ഷൻ തന്നെ പല ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഒരു ടെമ്പറേച്ചറും ഇല്ലാത്തപ്പോഴുള്ള കണ്ടീഷനിൽ നമ്മൾ നോക്കണം. പിന്നെ ഓരോ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 20 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ എന്ത് സംഭവിക്കും? 30 കൂടിയാൽ, 35 കൂടിയാൽ, 40 കൂടി, അങ്ങനെ കൂടി 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 ഓരോ ടെമ്പറേച്ചറിലും എങ്ങനെ വാരി ചെയ്യുന്നത് കാണണം, അല്ലേ? സോ ഇവിടെയും ആസ് യൂഷ്വൽ എന്താണ്? നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ്സ് എടുക്കുന്നു. എന്താണ് 2 ടെസ്റ്റ് ട്യൂബ്സിലും പറഞ്ഞ മക്കളെ? 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ 2 ടെസ്റ്റ് ട്യൂബിലും സോഡിയം തയോസൾഫേറ്റ് എടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡയലൂട്ട് HCl ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരാളെ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്യുന്നു. മറ്റേ ആളൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ അവിടെ നിന്നോട്ടെ. ഓക്കെ,
ഒരാളെ ഹീറ്റ് ചെയ്തു, മറ്റേയാളെ ഹീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്താ സംഭവിച്ചേ? ഹീറ്റ് ചെയ്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി. ഈ ഹീറ്റ് ചെയ്യാത്ത ആൾ കുറച്ച് മെല്ലെ, പ്രസിപ്പിറ്റേറ്റ് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ വരുന്നുണ്ട്, പക്ഷെ എന്താണ്, കുറച്ച് മെല്ലെയാണ്. മറ്റേ ആളങ്ങ് പെട്ടെന്ന് വന്നു. അപ്പൊ ഇത് കാണിക്കുന്ന എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു. ഇത് സോഡിയം സൾഫേറ്റിന്റെ റിയാക്ഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യമാണ്. ഇനി ഇല്ലാത്ത ഞാൻ കുറച്ച് കാര്യം പറയാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പം എന്താണ്, നമ്മളിപ്പം വീട്ടിൽ നമ്മൾ വെള്ളത്തിൽ എന്താണ് ഉപ്പിടുന്നു. ഉപ്പ് പെട്ടെന്ന് അലിയണം. നമ്മൾ എന്താ ചെയ്യുക? ഇളക്കി 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 സമയം കളയോ? ഇല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ അലിഞ്ഞോളൂ. നമ്മളിപ്പോൾ ചായ ഒക്കെ ആക്കുന്നുണ്ട് വീട്ടിൽ. വീട്ടിൽ ചായ ചൂടാക്കിയിട്ട് ആക്കുന്നല്ലേ? ചൂടാക്കിയിട്ട് ചെയ്യുന്നതിന് വേറെ പല കാരണങ്ങളുണ്ട്. പക്ഷെ ചൂടാക്കിയിട്ട് നമ്മൾ അതിൽ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ചായ ആക്കിയിട്ടുണ്ടെങ്കിലാണ്, ചായ ആക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പഞ്ചസാര ഇട്ടത് വെള്ളം ചൂടാക്കുമ്പോഴാണ് പഞ്ചസാര ഇടുന്നത്. എന്നിട്ട് അവസാനം പഞ്ചസാര പോലൊന്നും ബാക്കി ഉണ്ടാവും? ഇല്ല, എല്ലാം അലിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഇളക്കിയിട്ട് പോലും ഉണ്ടാവില്ല. എന്താ കാരണം? ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ സോലിബിലിറ്റി കൂടും, അതായത് നന്നായി ഡിസോൾവ് ആവും. അവിടെ എന്താണ് റിയാക്ഷൻ നടക്കുന്നത്? പഞ്ചസാരയും വെള്ളവും തമ്മിലുള്ള റിയാക്ഷൻ സ്പീഡ് ആവുന്നു. എന്തുകൊണ്ട്? പഞ്ചസാര മോളിക്യൂൾസ് എന്താവും? ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജി കിട്ടി, യെസ് ലെറ്റ്സ് ഗോ, തമ്മിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെ? ആരെ അറ്റാക്ക് ചെയ്യും? വാട്ടർ മോളിക്യൂൾസ് അറ്റാക്ക് ചെയ്യും. പെട്ടെന്ന് തന്നെ റിയാക്ഷൻ ചടപടേ നടക്കും. നമുക്ക് എന്താവും? പഞ്ചസാര അലിഞ്ഞു കിട്ടും. ഇവിടെ അതിനെ നടക്കുന്നത്. സോഡിയം തയോസൾഫേറ്റ് എന്ത് ചെയ്യും? ആദ്യം കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് അവർ മെല്ലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മോളിക്യൂളായിട്ട് മുട്ടി തട്ടി പ്രൊഡക്റ്റ് ഉണ്ടായി, സൾഫർ പ്രസിപ്പിറ്റേറ്റ് ആയി, ഇങ്ങനെയൊക്കെ ആയി നടക്കും. ഈ ഒരു സമയത്താണ് ടെമ്പറേച്ചർ വന്നിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ എനർജി കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കുറച്ചുകൂടി വേഗത്തിൽ റിയാക്ഷൻ നടക്കും. അപ്പൊ എന്താ ചെയ്യുന്നത്? ത്രെഷോൾഡ് എനർജി പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു റിയാക്ഷന് ഈ കൊളിഷൻ തിയറി അനുസരിച്ച് ത്രെഷോൾഡ് എനർജി ഓവർകം ചെയ്താലാണ് റിയാക്ഷൻ വേഗത്തിൽ നടക്കുക എന്ന് പറയുന്നത് അല്ലേ? അതിന് മുകളിൽ എനർജി വേണം മോളിക്യൂൾസിന്. അപ്പൊ ത്രെഷോൾഡ് എനർജി വളരെ ഹൈ ആണെന്ന് വിചാരിക്കും. അതിലുള്ള മോളിക്യൂൾസിന്റെ ത്രെഷോൾഡ് എനർജി ഹൈ ആണെന്ന് വിചാരിക്കും. അപ്പൊ റിയാക്ഷൻ എന്താ? വേഗത്തിൽ നടക്കുമോ മെല്ലെ നടക്കുമോ? ആലോചിച്ച് നോക്കിയേ. ത്രെഷോൾഡ് എനർജി കൂടുതലാണെങ്കിൽ റിയാക്ഷൻ വേഗത്തിൽ നടക്കുമോ? ഇല്ല. ത്രെഷോൾഡ് എനർജി കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ എനർജി കടന്നിട്ട് റിയാക്ഷൻ നടക്കാം. ത്രെഷോൾഡ് എനർജി ഒരുപാട് ഹൈ ആണ്, മോളിക്യൂൾസ് റിയാക്ഷൻ നടക്കണമെങ്കിൽ വലിയ എനർജി ഓവർകം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ആ റിയാക്ഷൻ മെല്ലെ നടക്കൂ. അത് നടത്തണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? വലിയ എനർജി നമ്മൾ കൊടുക്കണം, വലിയ ടെമ്പറേച്ചർ കൊടുക്കണം. ഓക്കെ, അപ്പൊ ത്രെഷോൾഡ് എനർജി ടെമ്പറേച്ചർ ആയിട്ടുള്ള ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഒന്നുകൂടി നമ്മൾ വായിച്ചു നോക്കണോ? വായിച്ചു നോക്കിയേ. ത്രെഷോൾഡ് എനർജി ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദിസ് കൊളിഷൻ. സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. എന്താണ്? മോളിക്യൂൾ ഷുഡ് അറ്റൈൻ എ മിനിമം കൈനറ്റിക് എനർജി. ഈ മിനിമം എനർജിയാണ് നമ്മൾ എന്താ പറയുന്നത്? ത്രെഷോൾഡ് എനർജി. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ ബാക്കി കണ്ടീഷൻസ് ഒക്കെ പഠിച്ചല്ലോ. അപ്പൊ ഇനി നമുക്ക് പുതിയൊരാളെ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഈ സിനിമകളിലൊക്കെ ഉണ്ടാവും ക്യാമിയോ റോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ക്യാമിയോ റോൾ എന്ന് വെച്ചാൽ എന്താണ്? അതായത് സിനിമയിൽ പ്രത്യേകിച്ച് റോൾ, നമ്മൾ ചിലപ്പോൾ മെയിൻ നടന്മാരൊക്കെ വന്നിട്ട് ചുമ്മാ വന്നിട്ട് അവിടെ വന്നിട്ട് അവർ റോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അവരങ്ങ് പോകും അല്ലേ? ക്യാമിയോ റോൾ നിങ്ങൾ ഒരുപാട് സിനിമകളിലുണ്ട്. അത് എക്സാമ്പിൾ ചെയ്ത് പറയാൻ വേണമെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അങ്ങ് ഓർമ്മ വരുന്നില്ല, ബട്ട് എന്നാലും ഒരുപാട് സിനിമകളിലുണ്ട്. സോ ഇവരെന്ത് ചെയ്യുക? ഇവർ ക്യാമിയോ റോളിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യും? സിനിമയുടെ കഥയുടെ ഗതി തന്നെ അങ്ങ് വേറൊരു ഡയറക്ഷനിലോട്ട് മാറും. എന്നിട്ട് അവരാ വഴിക്ക് അങ്ങ് പോകും. കഥ വേറൊരു വഴിക്ക് അങ്ങ് പോകും അല്ലേ? നിങ്ങൾ പലപ്പോഴും സിനിമയിലൊക്കെ ഉണ്ട് ക്യാമിയോ റോൾ. നമ്മുടെ മെയിൻ നടന്മാരൊക്കെ വന്നിട്ട് വരുന്നു, പരിപാടി നടത്തുന്നു, അവരങ്ങ് പോകുന്നു അല്ലേ? സോ കാറ്റലിസ്റ്റും അതുപോലെ ഒരാളാണ്. കാറ്റലിസ്റ്റിന് റിയാക്ഷൻ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കൂല. എന്നുവെച്ചാൽ കാറ്റലിസ്റ്റ് എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് കാറ്റലിസ്റ്റ് ചുമ്മാ വരുന്നു. എന്താണ്? ഇപ്പോൾ ഫുട്ബോൾ കളി നിങ്ങൾ എടുക്കുക. ഫുട്ബോൾ കളി നമുക്ക് കോച്ച് ഉണ്ടല്ലോ. കോച്ച് ഇല്ലാത്തൊരു ടീം ഒരു സൈഡ് കളിക്കുന്നു, മറ്റേ സൈഡിൽ കോച്ച് ഉള്ള ടീം. അപ്പൊ കോച്ച് പുറത്തുനിന്ന് കളിയൊക്കെ കാണും. അപ്പൊ തോന്നും ഈ ഒരു ഫോർമേഷൻ വേണ്ട, ആ ഒരു ഫോർമേഷൻ, ഈ മിഡ്ഫീൽഡർ ഇവിടെ വെക്കണ്ട അവിടെ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കർ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചുകൂടി അഗ്രസീവായി കളിക്കാം, അല്ലെങ്കിൽ ഈ ഫോർമേഷൻ 4-4-3-2 അത് മാറ്റിയിട്ട് 4-3-2-1 എന്നൊക്കെ മാറ്റാന്നൊക്കെ പുള്ളിക്കാരൻ പറയും. അപ്പൊ എന്ത് ചെയ്ത് അവിടെ പുള്ളിക്കാരൻ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട്, അപ്പൊ ടീം എന്ത് ചെയ്യും? കുറച്ചുകൂടി എഫക്റ്റീവായി പെർഫോം ചെയ്യും, ചിലപ്പോൾ ജയിക്കും. അപ്പൊ എന്ത് ചെയ്യും? കോച്ച് നമ്മൾ കാറ്റലിസ്റ്റ് ആണ് പറയും. അപ്പൊ കാറ്റലിസ്റ്റ് എന്താണ്? റിയാക്ഷനിൽ പങ്കെടുക്കില്ല, പക്ഷെ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടും. അതാണ് കാറ്റലിസ്റ്റ്. സോ വെറുതെ നമുക്ക് പറഞ്ഞാൽ പോലെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്താലോ? ഓക്കെ, എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു ഒരു കമ്പൗണ്ട് ഉണ്ട്. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം എന്താണ്? വാട്ടർ മാത്രമേ ഉള്ളൂ. അല്ല, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ കൂടി കിട്ടും. പക്ഷെ നമ്മുടെ വാട്ടറിനെ പോലെ അത്ര സ്റ്റേബിൾ അല്ല ആണ്. ആട് കുറച്ചൊരു റിയാക്റ്റീവ് ആണ്. അപ്പോൾ റിയാക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്താണ്? വെറുതെ ഇരിക്കില്ല, അപ്പം തന്നെ ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് എന്ന് വെച്ചാൽ അത് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡ് ആരാവും? വാട്ടർ ആയിട്ടും ഓക്സിജൻ ഗ്യാസ് ആയിട്ട് അപ്പം തന്നെ എന്താണ്? അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. ആ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. ഇത് വളരെ സ്റ്റേബിൾ അല്ല. ഇതിനെ നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷനിലൊക്കെ വെച്ചിട്ടാണ് ഇതിനെ സ്റ്റേബിളായി നിർത്തുന്നത്. അല്ലാതെ പുള്ളിക്കാരൻ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നാട് വിട്ടുകളി, ആ ഭാഗത്ത് നിൽക്കില്ല. നിങ്ങൾ വാട്ടറിന്റെ വഴി, ഓക്സിജന്റെ വഴി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങനെ നിൽക്കുക.
ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇത് വളരെ അൺസ്റ്റേബിൾ ആണ്. പിന്നെ ഇത് എവിടേക്ക് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആന്റിസെപ്റ്റിക്, അതായത് ഇപ്പം മുറിവിലൊക്കെ എന്താണ് ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് മൈൽഡ് ബ്ലീച്ചിങ് ഏജന്റ്. ഇപ്പം നമ്മുടെ ഈ നഖത്തിനൊക്കെ വരുന്നില്ലേ, ഈ നഖത്തിന് കേടൊക്കെ ഒരു പുഴുക്കടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിന് പകരം നമുക്ക് അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് തടവിയിട്ടൊക്കെ അതൊരു ആശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യാൻ നിങ്ങളോട് പറയുന്നില്ല, ഞാൻ കേട്ടൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ അതിനെ സ്റ്റേബിൾ ആക്കി നിർത്തണം. ആ ഒരു ഡീകമ്പോസിഷൻ എന്താണ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആന്റിസെപ്റ്റിക് ആയിട്ടോ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റേബിൾ ആക്കി നിർത്തണം. അതായത് ഈ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ടല്ലോ, ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും അതൊക്കെ എന്തിനാണ്, റിയാക്ഷൻ റേറ്റ് നമുക്ക് കൂട്ടാനേ പറ്റൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, റിയാക്ഷൻ റേറ്റ് കുറക്കണം, അല്ലെങ്കിൽ റിയാക്ഷൻ റേറ്റ് മെല്ലെ നടക്കണം. റിയാക്ഷൻ നടക്കണ്ട, മെല്ലെ നടന്നാൽ മതി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കാറ്റലിസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ബേസിക്കലി കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് ആ സബ്സ്റ്റൻസസ് which alter the rates of chemical reaction without themselves undergoing any chemical change. ഒരു കെമിക്കൽ ചേഞ്ചും ഇല്ലാതെ എന്താണ്, റിയാക്ഷന്റെ റേറ്റ് ആൾട്ടർ ചെയ്യുന്ന ആൾക്കാരാണ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കാറ്റലിസ്റ്റ് രണ്ട് തരത്തിലുണ്ട്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ഞാൻ എക്സാമ്പിൾ എടുക്കുക. എന്താണ്, ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറും ഓക്സിജനുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ആരെ ആഡ് ചെയ്യുന്നു, മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറഞ്ഞ ഒരാൾ MnO2 ആഡ് ചെയ്യുന്നു. MnO2 ആഡ് ചെയ്ത് എന്താ സംഭവിക്കുക, ഹൈഡ്രജൻ പെറോക്സൈഡ് പെട്ടെന്ന് ഡിസോസിയേറ്റ്. എന്താണ്, ഡിസോസിയേറ്റ് ഈസിലി അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ഫാസ്റ്റ്. ആര് ഡിസോസ് ചെയ്യും, H2O2, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ എന്താ ചെയ്തത്, നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് കൂട്ടി. അപ്പൊ ഈ കൂട്ടുന്ന കാറ്റലിസ്റ്റാണ് നമ്മൾ എന്ത് പറയും, പോസിറ്റീവ് കാറ്റലിസ്റ്റ്. കൂട്ടുക വെച്ചാൽ പോസിറ്റീവ് എന്നുള്ള ചിന്തയിൽ ആലോചിക്കും, പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഇനിയല്ല, നമ്മൾ മാംഗനീസ് ഓക്സൈഡ് ഡയോക്സൈഡിന് പകരം നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് H3PO4 ആഡ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യുക, H2O2 സ്ലോ മോഷനോ ഡിസോസിയേറ്റ് സ്ലോലി, മെല്ലെ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക, റിയാക്ഷൻ റേറ്റ് നമ്മൾ കുറച്ചേ. അപ്പൊ നമുക്ക് അതിന് എന്ത് പറയും, നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ചില്ല, എന്നാലും റിയാക്ഷൻ അൾട്ടർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ കാറ്റലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, പുള്ളിക്കാരൻ എന്താണ്, റേറ്റ് ഓഫ് കെമിക്കൽ എന്താണ്, വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ്, റേറ്റ് മാറ്റും. പക്ഷെ നമ്മളില്ലേ, പാലം കടക്കുന്നവരെ നാരായണ, പാലം കിടന്ന കൂരാണെന്നൊക്കെ പറയുന്ന പോലെ, നമ്മൾ പാലം കടക്കുന്നവരെ നിങ്ങളോട് ബായ് ബായ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷെ പാലം കടന്നു കഴിഞ്ഞാൽ ഓക്കെ ബായ്, എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി, നിന്നെ ഞാൻ സഹായിച്ചു, നിന്നെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഞാൻ സഹായിച്ചു, ഇനി നീ നിന്റെ വഴിക്ക് പോട്ടോ, ഞാൻ സമാധാനത്തോടെ ജീവിച്ചു പൊക്കോട്ടെ. അതാണ് കാറ്റലിസ്റ്റുകൾ. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. എന്തൊക്കെ പഠിച്ചു, ആദ്യം നമ്മൾ നേച്ചർ പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു, പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, സർഫസ് ഏരിയ പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, ടെമ്പറേച്ചർ പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, കാറ്റലിസ്റ്റ് പഠിച്ചു, അല്ലേ? സോ ഈ ഓരോ ആൾക്കാരും എങ്ങനെ എഫക്ട് ചെയ്യുന്നു, നേച്ചർ, അതായത് എന്താണ്, റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് റിയാക്ഷൻ റേറ്റ് കൂടുന്നു. ഇനി കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെയും ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ എന്താണ്, ഹൈ കോൺസെൻട്രേഷൻ മീൻസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്. സർഫസ് ഏരിയ മോർ ആണെങ്കിൽ, സർഫസ് ഏരിയ നന്നായി കൂടുവാണെങ്കിൽ എന്താണ്, റേറ്റ് അവിടെ കൂടും. നമ്മൾ പൊടി പൗഡേഴ്സ് ആക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ എന്താണ്, റേറ്റ് കൂടും. അവിടെ സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ കാര്യം കാണാം, ജനറലി ആയിട്ടുള്ള കാര്യം എടുത്താൽ മതി. റിയാക്ഷൻ റേറ്റ് കൂടുന്ന ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. കാറ്റലിസ്റ്റ് എന്താണ്, രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ത് ചെയ്യും, റേറ്റ് ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും, റേറ്റ് ഡിക്രീസ് ചെയ്യും. നമ്മൾ മാംഗനീസ് ഡയോക്സൈഡും കണ്ടു, ഫോസ്ഫോറിക് ആസിഡും വന്നു. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡിസോസിയേഷൻ കുറക്കാൻ വേണ്ടി നമ്മൾ ആരെ ആഡ് ചെയ്യും, ഫോസ്ഫോറിക് ആസിഡെയും കൂട്ടാൻ വേണ്ടി മഗ്നീഷ്യം ഡയോക്സൈഡിനെ ആഡ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു, നമ്മൾ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചു അല്ലേ. റിഡോക്സ് റിയാക്ഷൻ, ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, റിഡോക്സ് റിയാക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചു. റിഡോക്സ് റിയാക്ഷനിൽ എന്തൊക്കെ മാറുന്നത്, നമ്മൾ ചാർജ് മാറുന്നൊക്കെ കണ്ടു അല്ലേ. നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് പഠിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ എഴുതി ഈ ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇവരുടെ സ്പീഡ് എങ്ങനെ കൂട്ടാന്ന് ചോദിച്ചു. വെറുതെ റിയാക്ഷൻ ചെയ്താൽ മാത്രമല്ല, നമുക്ക് സ്പീഡ് എങ്ങനെ കൂട്ടാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് വന്നു, എന്ത് മുട്ടത്തോടിന്റെ ഒരു എക്സ്പെരിമെന്റ് വന്നു, എന്തിനാ ഈ സർഫസ് ഏരിയ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി നിങ്ങൾ വന്നു, ഫയർവുഡ് എങ്ങനെയാണ് കൂടുതൽ നമുക്ക് ബേൺ ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ വാരി ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാം സെറ്റ് അല്ലേ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.
Manorama Horizon, learning made simple.